വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അതിനെപ്പറ്റി ഒരു നിശ്ചയം ഉണ്ടാവണം. അതിനൊരു തുടക്കവും പൂർത്തീകരണവും ഉണ്ടാവണം. ദൈവത്തിന് വേണ്ടി ഒരാലയം പണിയുവാൻ ആഗ്രഹിച്ച ശലോമോൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 2-ാം പുസ്തകം ആദ്യത്തെ അധ്യായങ്ങളിൽ വായിക്കുന്നു. 2-ാം അധ്യായത്തിൽ ആലയം പണിയുവാൻ നിശ്ചയിച്ചുവെന്നും 3-ാം അധ്യായത്തിൽ പണി ആരംഭിച്ചുവെന്നും 5-ാം അധ്യായത്തിൽ പണി പൂർത്തീകരിച്ചുവെന്നും വായിക്കുന്നു. ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ ആഗ്രഹിച്ചാലും അത് ചെയ്യുവാനുള്ള നിശ്ചയദാർഢ്യമാണ് നമുക്ക് വേണ്ടത്. നിശ്ചയദാർഢ്യത്തോടെ ശലോമോൻ ആരംഭിച്ച പണി പൂർത്തീകരിച്ചതിന് ശേഷം ദൈവത്തിന് യാഗം അർപ്പിച്ച് നടത്തിയ ദീർഘമായ പ്രാർത്ഥനയാണ് 2 ദിനവൃത്താന്തം 6-ാം അധ്യായം. ഈ പ്രാർത്ഥനയെ തുടർന്ന് ജനം ഉച്ചത്തിൽ യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്ന ഏക സ്വരത്തിൽ യഹോവയെ സ്തുതിച്ച് ആർത്തു. 2 ദിനവൃത്താന്തം 7:3. ജീവിതത്തിലുണ്ടാകുന്ന നേട്ടങ്ങൾക്കായും അനുഗ്രഹങ്ങൾക്കായിട്ടും ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. ശലോമോൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം 2 വിധത്തിലുള്ള മറുപടിയാണ് നൽകിയത്, പരസ്യമായും രഹസ്യമായും. പരസ്യമായ മറുപടി ജനമെല്ലാം കാണുകയും ആകാശത്ത് നിന്ന് തീ ഇറക്കി യാഗവസ്തുക്കൾ ദഹിപ്പിച്ചായിരുന്നു. അതോടൊപ്പം യഹോവയുടെ തേജസ് ആലയത്തിൽ ഇറങ്ങുകയും ചെയ്തു. 2 ദിനവൃത്താന്തം 7:1-2 വാക്യങ്ങൾ. യഹോവ ശലോമോന് മാത്രം രഹസ്യമായി നൽകിയ മറുപടിയാണ് 2 ദിനവൃത്താന്തം 7:12 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. ദേശത്തിൽ ക്ഷാമം, വെട്ടുക്കിളി, മഹാമാരി തുടങ്ങിയവ വരുമ്പോൾ എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇന്ന് ദേശത്തുണ്ടാകുന്ന കഷ്ടതകൾക്ക് ഒരു പരിധി വരെ കാരണം നാം പാപം വിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയാതിരിക്കുന്നതല്ല അല്ലേ? ഇന്ന് നമ്മളുണ്ടാകേണ്ടുന്ന 3 അവസ്ഥകളെക്കുറിച്ച് ഇവിടെ ഓർപ്പിക്കുന്നുണ്ട്. 1, ദൈവജനം തങ്ങളെ തന്നെ താഴ്ത്തണം. എല്ലാം നേടിയെന്ന ചിന്തയിൽ മനുഷ്യൻ അഹങ്കാരത്തിൻ്റെ ഉച്ചകോടിയില്ല. എല്ലാം നൽകിയ ദൈവത്തെ നാം മറന്നു. ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയിൽ മനുഷ്യൻ എത്തിയിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കണം. നമ്മെ തന്നെ താഴ്ത്തി വിനയപ്പെടുവാൻ നാം തയ്യാറാകണം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. 1 പത്രോസ് 5:5 വാക്യം. 2, നമ്മുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം, അതായത് മാനസാന്തരപ്പെടണം. നിനവയുടെ ദുഷ്ടത ദൈവസന്നിധിയിൽ എത്തിയപ്പോൾ അവരെ നശിപ്പിക്കുവാൻ യഹോവ തീരുമാനിച്ചു. എന്നാൽ നിനവയിലെ ജനം അവരുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിഞ്ഞത് യഹോവ കണ്ടപ്പോൾ അവരോട് ക്ഷമിച്ചു. യോന 3:10. ഇന്നത്തെ എല്ലാ പ്രതിസന്ധിക്കും കാരണം നാം ദൈവവഴി വിട്ടുമാറി ദുർമാർഗത്തിലേക്ക് തിരിഞ്ഞതാണ്. അനീതിയും മ്ലേച്ഛതയും അനുസരണക്കേടും കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു. ദേശത്ത് ഭക്തന്മാർ കുറഞ്ഞിരിക്കുന്നു. ദൈവജനമെന്ന് അഭിമാനിക്കുന്ന നാം നമ്മിലുള്ള പാപപ്രവൃത്തികളെ വിട്ട് മാനസാന്തരപ്പെട്ടേ മതിയാകൂ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മരുഭൂമിയിൽ മസാനാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. സങ്കീർത്തനം 95:8 വാക്യം. അതുകൊണ്ട് ദൈവജനം എന്ന് അഭിമാനിക്കുന്ന നമുക്ക് എല്ലാ പാപിവഴികളെയും ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ നിലവിളിക്കുവാനായിട്ട് തയ്യാറാകാം. ആ ദിനങ്ങളാണ് ഇന്ന് നമ്മുടെ മുൻപിൽ ഉള്ളത്. 3, ദൈവമുഖം അന്വേഷിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് പദ്ധതികൾ ധാരാളമുണ്ട്, എന്നാൽ പ്രാർത്ഥനയില്ല. എപ്പോഴും തിരക്ക് തന്നെയാണ്. പ്രാർത്ഥന ഒഴിച്ച് മറ്റെല്ലാത്തിനും സമയമുണ്ട്. ആവർത്തനം 4:29 പറയുന്നത്, നിന്റെ ദൈവമായ യഹോവയെ നീ തിരയുകയും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി അന്വേഷിക്കുകയും ചെയ്താൽ അവനെ കണ്ടെത്തും. ആമോസ് പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് യഹോവയെ അന്വേഷിപ്പീൻ. 5:6. യഹോവയെങ്കിലേക്ക് തിരിഞ്ഞ് ദേശത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഉത്തരവാദിത്വം നാം നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ നമ്മെ തന്നെ ഈ ദേശത്ത് നിന്ന് പറിച്ചു കളയും. സകല ജാതികളുടെയും മുൻപിൽ നാം പഴഞ്ചൊല്ലും പരിഹാസികളും ആയിത്തീരും. 2 ദിനവൃത്താന്തം 7:19-20 വാക്യങ്ങൾ. ഇത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ ആലോചന നിരസിച്ച് ദൈവത്തെ ഉപേക്ഷിച്ച ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം ഇതിന് തെളിവായി
ഇന്ന് നമ്മളുടെ മുൻപിൽ നിൽക്കുകയാണ്. ശലോമോൻ പണിത ആലയത്തെ യഹോവയുടെ സാന്നിധ്യത്തിൻ്റെ അടയാളമായി ദൈവ തേജസ്സിനാൽ നിറച്ചതുപോലെ ദൈവത്തിൻ്റെ ആലയമായിരിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടണം. 1 കൊരിന്ത്യർ 3:16 വാക്യം. ദൈവം വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ദിരമാണ് നമ്മളുടെ ശരീരം. ഈ ശരീരത്തെ നാം വിശുദ്ധമായി സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ മന്ദിരമായ ശരീരത്തെ അശുദ്ധമാക്കുന്നവനെ ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് ഈ ലോകത്തിലെ മലിനതകളാൽ കളങ്കപ്പെടാതെ വിശുദ്ധിയിൽ നിലനിൽക്കാം. വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനത്തിൻ്റെ നിലവിളിയാണ് ദൈവം തമ്പുരാൻ കേൾക്കുന്നത്. ആ നിലവിളിക്ക് മാത്രമേ ദേശത്തെ സുഖപ്പെടുത്തുവാൻ കഴിയൂ. കർത്താവേ, ഈ ലോക മലിനതകളിൽ വീഴാതെ വിശുദ്ധിയിൽ നിൽപ്പാനും ദേശത്തിൻ്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിപ്പാനും എന്നെയും ഒരുക്കണമേ. ആമേൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ അവൻ നമ്മെ